ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെൻസീസിൻ്റെ യൂട്യൂബ് ചാനൽ. നമ്മളെന്നുണ്ടല്ലോടാ റോബ്ലോക്സിൽ നിങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 1+1+ മസിൽസ് ആണ് കേട്ടോ ഗൈസ് കളിക്കാൻ പോണത്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്കകത്തോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് കാലയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നല്ലേ ഗൈസ്, റോബ്ലോക്സിൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണേണ്. എന്താണെന്നല്ലേ അത് ഇപ്പം കാണിച്ചു തരാം. റോബ്ലോക്സ് ഒന്ന് തുറക്കാം, ഓപ്പൺ ആക്കട്ടെ ഏട്ടാ. ഗെയിം ഒന്ന് സ്റ്റാർട്ടായാലേന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സ്റ്റാർട്ടാവ്. ഓക്കെ, സെറ്റ്. അതില്ലല്ലോ, ഓണായിട്ട് വരാം, സസ്പെൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഒന്നാവട്ടെ ഏട്ടാ. ഗൈസ് എന്താണെന്നല്ലേ പറയാം, നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ആ വീഡിയോ ലൈക്ക് ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കണേണ്. പെട്ടെന്ന് 2K സബ്സ്ക്രൈബേഴ്സ് ആക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് വേണം ഗൈസ്. എന്തോ നമുക്ക് ത്രില്ലിൻ്റെ എന്തോ കളക്ട് ചെയ്യാൻ കിട്ടി. എന്താണെന്നല്ലേ ഗൈസ്, നമ്മുടെ ഈ പറഞ്ഞ കട വേൾഡ് മാറിയിട്ടാ. നമ്മൾ ആ വേൾഡ് കളിച്ചൊന്ന് തീർക്കാറായപ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ലടാ. അമ്മ എന്തോ ഫോണിലെന്തോ സ്റ്റോറേജ് ചെയ്യുമ്പോൾ സമയത്ത് അറിയാണ്ടെന്തോ ചെയ്തെന്നോ തോന്നുന്നു. അതാണെന്ന് എനിക്ക് തോന്നണത്. ഫുള്ളി പെർമനൻറ്റ് ഡിലീറ്റ് ആയിപ്പോയി ഈ വെച്ച വീഡിയോസ്. അതെന്തായാലും കുഴപ്പമില്ല. ഇത് വേറെ പുതിയ വേൾഡാണ് കേട്ടോ, മനസ്സിലായ? നമ്മൾ വേറെ വേൾഡിലേക്കൊക്കെ മാറി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടപ്പനായിട്ടിരിക്കണം നമ്മൾ. നമുക്കിതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ത്രില്യൻ്റ് ഐറ്റംസാണ്. ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ് ഗൈസ്. എനിക്കൊന്ന് 343 ത്രില്യൻ ഉണ്ട് കേട്ടോ. 76.1 ബില്യൺ എന്തോ ട്രോഫി വിന്നർ അതുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ഡമ്പൽ വലിയ മെച്ചമൊന്നുമില്ല ഗൈസ്. പിന്നെ അതേ പെറ്റായാലും ആകെ ഇച്ചിരി ഉള്ളൂ ഗൈസിൻ്റെ. അടുത്ത റീബർത്ത് 135 എന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് മാറ്റിക്കളഞ്ഞ്. ഇപ്പോൾ നമുക്ക് അടുത്ത റീബർത്ത് ആകുമ്പോൾ നമുക്ക് ഈ അപ്പുറത്തേലേക്ക് കയറാം. അപ്പം നല്ല വെച്ച് കൂടുതൽ കയറുമല്ലോ, അറിയാലോ. നല്ലപോലെ ഒന്ന് കൂട്ടണം. മ്യൂസിക്കൊക്കെ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ഓക്കെ, എല്ലാം സെറ്റാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ എഗ്ഗൊക്കെ തുറക്കാനുണ്ട്. നമ്മൾ ഈ എഗ്ഗ് തുറന്നിട്ടില്ല, ഇതാണ് തുറക്കണത്. ഒന്ന് തുറക്കാം. നമ്മളിതാണ് ശരിയായിട്ട് തുറന്നിട്ടുള്ളത്. ആകെ നമുക്ക് ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇത് തന്നെയുള്ള എപ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് കോമൺലി കിട്ടണതും. 2 എപ്പിക്കാ. അതെന്താണ് അങ്ങനെ വന്നേക്കണേ? എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, ഇവനെയൊക്കെ മസിലൊക്കെ കണ്ടടാ. അത്യാവശ്യം നല്ല വേറെ ലെവലായിട്ടുണ്ട്. നമുക്കതൊന്നും ആയിട്ടില്ല. കണ്ട ഗൈസ്, 3 പെറ്റിനെ നമുക്ക് എക്വിപ്പ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ പ്രശ്നം. കുറച്ചും കൂടി പെറ്റിൻ്റെ സെറ്റപ്പ് വെച്ചെങ്കിൽ വേറെ ലെവലായനെ. ഇപ്പം എന്ത് ചെയ്യാനാ? പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ട്രോഫി ഒന്ന് കളക്ട് ചെയ്യണോ ഗൈസ്? നമുക്ക് ട്രേഡിന് വിളിച്ച് നോക്കിയാലോ? അതെന്തായാലും നല്ല പരിപാടിയാണ് ഗൈസ്. അതാ നല്ലത് ഗൈസ്. ട്രേഡ് നമുക്ക് സെറ്റാക്കിയാലോ? ട്രേഡ് ആരെങ്കിലും വരട്ടെ. ബേബി ഗ്രേ എൻ്റെ ഫ്രണ്ടിലേക്കാണ്. അവനാണെന്ന് തോന്നുന്നു. അവൻ തന്നെ. അവനെ നമുക്കൊന്ന് ട്രേഡിന് വിളിക്കാം. വന്നില്ലേ എടാ? ഒന്നും കൂടി നിൽക്കാം. വന്നില്ലടാ. അവനെന്താടാ അങ്ങനെ? ട്രേഡ് മനസ്സിലായ ഞാൻ കഴിഞ്ഞതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു, കിട്ടാത്ത വീഡിയോ. അതിൽ ഞാൻ മനസ്സിലാക്കി നമുക്കിപ്പോൾ ഈ പറഞ്ഞ പെറ്റിനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോഴൊക്കെയാണ് എല്ലാം മനസ്സിലാവണം. നമുക്ക് പെറ്റിനെ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പാണ്. ഇത് ആരോ ഉണ്ട്. അയ്യേ, ചെയ്യുന്ന സാധനം അതൊക്കെ എന്തിനു വേണോടാ? വേറെ വേൾഡിലുള്ളവർ അതായിരിക്കോടാ അങ്ങനെ. റൊണാൾഡോ 817672 എൻ്റെ മോനെ. ക്രിസ്ത്യാനോ റൊണാൾഡോനെ നമുക്കൊന്ന് ട്രേഡ് ചെയ്യാൻ വിളിക്കാം. റൊണാൾഡോ സ്പൈക്കാളാടാ. ബേഫിൽ സിഗ്മ ബോയ് 1 അവൻ്റെ അടുത്ത് എന്താ ഉള്ള? പോയാ അവൻ ലെഫ്റ്റ് ട്രേഡ്. അവൻ ലെഫ്റ്റായി പോയടാ. കൊള്ളാല ചക്കൻ. ലെഫ്റ്റാക്കി കളഞ്ഞു അവൻ. ഇവിടെയൊക്കെ അവന് കയറി. വേറെ ആള് അവിടെ നിൽക്കണ ആരാടാ? അടുത്ത് നിൽക്കണ ആളാണ്. അവരുടെ നമുക്ക് ട്രേഡ് അത് തന്നെ കറക്റ്റാ. ട്രേഡിന് വരുമോ നോക്കട്ടെ കേട്ടാ. ട്രേഡിന് സെൻഡ് ചെയ്തിട്ടുണ്ട്.
വന്നാൽ മതിയായിരുന്നു. വന്നെങ്കിൽ സെറ്റായനെ ഗൈസ്. കിട്ടിയില്ല. ഒന്നും കൂടി വരും എന്തായാലും വരാണ്ടിരിക്കൂല. അവർക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കൂടിയെ പറ്റിയായിരിക്കും അവർ അത്. പക്ഷെ നമ്മുടെ അടുത്ത് എന്തുണ്ടായിട്ട് ഗൈസ് 35. എവിടെ എന്താണ് ഇത് സീൻ സാധനങ്ങൾ. പക്ഷേ എനിക്ക് 35 എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ലേ ഏറ്റവും കൂടുതലും. ഞാൻ എന്തോ ചെറുത് കൊടുത്ത് കൺഫേം ആക്കി. ഇത് കൊടുത്ത് കൺഫേം ആക്കുക അതാണ് നല്ലത്. പക്ഷേ മേടിക്കാൻ സാധ്യത കുറവാടാ. അവർക്ക് മനസ്സിലായി എന്തായാലും ഈ വേൾഡിലാണെന്ന്. അത് വേറെ കാര്യം. മാറ്റിയ എവിടെ ലെഫ്റ്റ് ആക്കിയോ? അവിടെ എന്ത് കഷ്ടോടെ ഗൈസ്. നമുക്കെന്തോ വിന്നിങ് ട്രോഫി ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ എന്താണ് പ്ലേ ടൈം റിവാർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 26-ൻ്റെ ഒരു 15-ൻ്റെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. 26-ൻ്റെ ഇവിടെ നിന്നാണ് ഗൈസ് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ട്രേഡിൽ നിന്ന് എന്തോ കിട്ടിയതാടാ. ഞാൻ കുറഞ്ഞത് കൊടുത്തിട്ട് അവനെന്തോ കൂടുതൽ കിട്ടി. ആ വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് കൂടുതൽ ഇടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. വലിയ സീനില്ല. നമുക്കിപ്പം തന്നെ സെറ്റാക്കാമെന്നുള്ളൂ. എന്ത് സെറ്റ് ഗൈസ്. 26-ന് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കിട്ടി. നമുക്ക് കിട്ടണത് അതിനേക്കാളും ഇരട്ടിയാണ്. പക്ഷെ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോടാ. ഞാൻ മാറ്റിയടാ. എനിക്കത് 26-ന് എന്തായാലും വേണം. ചിലപ്പോൾ അത് പറ്റിച്ചാലാ. എനിക്ക് വലിയ താല്പര്യമില്ല ഗൈസ് അത് കൊടുക്കാനും. ഗൈസ് 128 ലെവലായിട്ടാ. അപ്പോൾ സെറ്റാണ്. എൻ്റെ പൊന്നെ ഗൈസ് അക്സെപ്റ്റ് ചെയ്താലോ? ചെയ്തു ഗൈസ്. ഞാൻ ചെയ്തു. ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ട്രേഡ്. ഞാൻ അങ്ങോട്ട് കൊടുത്തല്ലോ. ഇങ്ങോട്ട് കിട്ടിയതാണ്. ഞാനത് കാണിച്ച് ഞാൻ ചെറുതാണ്ടാടാ എല്ലാം കൊടുത്തത്. അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലടാ താല്പര്യം ഉണ്ടാവില്ല. ഇല്ല കണ്ട ഞാൻ പറഞ്ഞില്ല താല്പര്യമില്ല. നമുക്കൊന്നും കൂടി ചോദിച്ചാൽ കിട്ടുമോ പറയാൻ പറ്റൂല. കുറേ ചോദിച്ച് മതിയാകുമ്പോൾ ചിലപ്പോൾ അവർ തരും. ഗൈസ് ഓട്ടോവിന് വേണ്ടടാ. ഞാൻ അറിയാണ്ട് കൈ കൊണ്ടുപോയതാ. ഇവിടെ കയറി നോക്കുമ്പോൾ 151 ബില്യൺ വെച്ച് കയറും. ബില്യൺ വെച്ച് കയറുന്ന നമ്മുടെ റീബർത്ത് അങ്ങോട്ട് റെഡി ആവുന്നില്ല. എൻ്റെ പൊന്നെ ഇതിന് ഏത് കാലത്ത് കയറാനാടാ ഗൈസ്. പ്ലേ ടൈം റിവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോടാ. നമുക്ക് അതിന് ട്രേഡ് ഒന്ന് വിളിച്ച് നോക്കാം ഒന്നും കൂടി. അതേ ഇങ്ങോട്ട് ചെയ്യാം. അതാ നല്ലത്. ഓക്കെ ഒന്നുമില്ലല്ലോടാ. ആരും മഞ്ഞില്ലല്ലോ. എന്തു പറയാടാ വന്നില്ല. റൊണാൾഡോ ഒന്നും മഞ്ഞില്ലല്ലോ. എല്ലാത്തിനെയും വിളിച്ചു നോക്കാം. ഏതെങ്കിലും ഒരാൾ വരുമല്ലോ. എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾ വരുമോ നോക്കാമല്ലോ. ആരും വന്നില്ല. വന്നു 54. ആ പെണ്ണനെ അത് തന്നെ ദേടാ തന്നെ ഇട്ട് കളിക്കണടാ. എന്നെ മനസ്സിലായില്ല. ഞാൻ ഒരു പിച്ചക്കാരനാണ്. പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. എടാ ഞാൻ പിച്ചക്കാരനാണ്. എൻ്റെ അടുത്തൊന്നുമില്ല. ആകെ ഇതൊക്കെ ഉള്ളൂ. ആകെ കൂടിയത് അത് മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നെ എൻ്റെ അടുത്ത് ആകെ ഇതേ ഉള്ളൂ. ട്രേഡിന് നല്ലതൊന്നും കിട്ടാൻ പാടാടാ. അവരൊക്കെ വലിയ കുറേ നാളുകൊണ്ട് ഇത് കളിക്കണവരുണ്ടല്ലോടാ. കുറേ കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒന്നേന്ന് പിടിച്ച് കയറി വന്നതല്ലേ ഇവിടം വരെ. ഇനിയും നമുക്കിനി കുറേ ആവണം ഗൈസ്. ഒരു വേൾഡും കൂടി ഉണ്ടോ. അത് ഇതന്നെ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോടാ. ഇനി അടുത്തതൊക്കെ ഞാൻ ഇനി എന്ത് കാണിക്കാൻ. അതും ഗൈസ് നോ റോബക്സ് ആണ്. അത് വേറെ കാര്യം. നോ റോബക്സ്. ഒരു റോബക്സ് പോലും നമ്മൾ ചിലവാക്കാണ്ട്. എൻ്റെ അടുത്ത് ഒരു റോബക്സ് പോലും ഇല്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര എത്തിയത് വലിയ കാര്യമെന്നാണ് എനിക്ക് തോന്നണത്. എനിക്ക് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നെ ഭയങ്കര പാടുപെട്ട പണിയാണിട്ടത്. എനിക്കില്ല പണിയില്ല. അങ്ങോട്ട് നേരെ ഫോൺ വെച്ചിട്ട് ഈ ഗെയിം പോസ് ചെയ്തിട്ട് എനിക്ക് ഫോൺ വെച്ചിട്ട് പോകാമെന്നുള്ളൂ. പക്ഷെ എന്നാലും അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേടാ. അതും കുറച്ചൊരു പാടാണ്. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി. കുറച്ച് പാടാണ്. എന്തായാലും അതിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ. ഇവിടെ പെറ്റുകൾ അത്യാവശ്യം നല്ലതുപോലെയൊക്കെ ഉണ്ട് എനിക്ക്.
എപ്പിക്ക് അങ്ങനെയൊക്കെ വെച്ച് ഉണ്ട്. എനിക്കിതാ 2 ബില്യൺ 2.7 ബില്യൺ വെച്ച് കയറുന്നുണ്ട്. അല്ലല്ല ഗൈസ് 2 ബില്യൺ അല്ലത് ഇപ്പോൾ അതേ മാറി കേട്ടാ കയറണത് ഗൈസ്. ത്രില്യൺ ലെവലൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട് ഗൈസ്. ഇതെന്താണ് ഇത് ഡിലീറ്റ് ചെയ്യണത് ഗൈസ്? ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഇന്നൊക്കെ വരുന്നുണ്ടല്ലോ ഗൈസ്. ഇതെങ്ങനെയാടാ? 2 ഉണ്ടായില്ല. അപ്പം നിൽക്കുമ്പോൾ മനസ്സിലായി. ഡിലീറ്റ് യെസ് ഡിലീറ്റ് ചെയ്തു ഗൈസ്. അത്രയും നമുക്ക് ഒഴിവായി കിട്ടിയ വേറെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നാലും വേണ്ട ഇതും കൂടി ഡിലീറ്റ് ചെയ്താലോ? വേണ്ട ഗൈസ്, ഞാൻ ഇൻറ്റു ചെയ്ത്. അയ്യോ മാറിപ്പോയി നോക്കിക്കേ. എക്യുപ്പ് ബെസ്റ്റ് ഇതൊക്കെ ഉള്ളേ. വേറെ എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ചെക്ക് ചെയ്താൽ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഗൈസ്. ഇത് റോബക്സ് ഇട്ട പരിപാടികളാണ് അത് മൊത്തം. നമ്മളപ്പോൾ അതൊന്നും നോക്കില്ല ഗൈസ്. അടുത്ത റിവാർഡ് കിട്ടി 2x വിന്ന് കിട്ടി. 2x വിന്ന് അത് വിന്നെടുക്കാം ഗൈസ്. അടുത്തത് ഇനി റീബർത്തിന് ഏത് കാലത്താവാനാണ്? സെറ്റാവ് ലെവലൊക്കെ കയറട്ടെ അങ്ങോട്ട് ഗൈസ്. ഓക്കെ 128 ലെവലായി. അങ്ങനെ അത്ര വലിയ കാര്യമൊന്നും ആയിട്ടില്ല, പതുക്കെ കയറുന്നുള്ളൂ. എന്ത് പാടല്ലേ. നമുക്കപ്പോൾ ഇതിലെന്താണ് നമുക്കിതൊക്കെ ഒന്ന് കുടിക്കാട്ടാടാ. ഈ മസിൽസിൻ്റെയും ഇതൊക്കെ ഞാൻ വിന്നിങ് പോർഷനൊക്കെ കുടിച്ചിട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോയി പഞ്ച് കുടിക്കാം. ഇങ്ങനെ വിന്നിങ് പോർഷൻ മറ്റേ ട്രോഫിയുടെ ഉള്ള വലിയ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. മറ്റേ വിന്നായിട്ട് ഇതാണോ ഈ വിന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ വിനായിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചാൻസ് കൂടുതലാണ്. നമുക്ക് എന്തായാലും ടാപ്പ് ചെയ്ത് പറ്റുമോ നോക്കാം. എടില്ലടാ, ഞാൻ 3 കൈയിട്ട് പതുക്കെ ടാപ്പ് ചെയ്തിട്ടൊന്നും മഞ്ഞില്ല. എൻ്റെ പൊന്നോ ചേടാ, മഞ്ഞില്ലട്ടാ. ഒന്നും കൂടി കുടിച്ചിട്ട് നോക്കട്ടെ. അതിനാണോയെന്ന് നമുക്കറിയണ്ടേ. കുടിച്ച് ഒന്നും കൂടി ഗൈസ്. അതിനാണോയെന്ന് നമുക്കറിയണ്ടേ. ഈ വിന്നിങ്ങിനാണോ അതോ ആ ട്രോഫിയുടെ ആണോയെന്നും നമുക്കറിയണ്ടേടാ. അതാണ് നമ്മൾ നോക്കേണ്ടത് ഗൈസ്. അതല്ലടാ, അപ്പം ആ ട്രോഫിയുടെയാണ് എന്തായാലും ഉറപ്പായി. ഗൈസ് ഒന്നും കൂടി കുടിക്കാം. ട്രസ്റ്റാണ് ഗൈസ്, വെറുതെ കിട്ടണേയില്ല. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞു നമ്മൾ ഈ വിന്നിങ് പോഷൻ കുടിക്കൂല, അത് ചീറ്റിംഗ് ആണെന്നൊക്കെ. ഞാൻ വിചാരിച്ചത് ഗേടാ ഒന്നും നടക്കുന്നില്ല. ഞാൻ വിചാരിച്ചതും ഇടത് കിട്ടുന്നില്ലടാ. ഞാൻ വിചാരിച്ച മറ്റേ നമ്മൾ പഞ്ച് പിടിക്കുമ്പോൾ ജയിക്കണതാണെന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞു ഗൈസ്. ഇത് VIP ഉള്ള. അയ്യോ റോബക്സ് ഇല്ല ചേട്ടാ, റോബക്സ് ഇല്ലേ, പിച്ചക്കാരനാണേ. കയറിക്കോ. അങ്ങനെ വലിയ കയറലൊന്നും ഇല്ല ഗൈസ്. നമുക്ക് ട്രോഫി ഒന്നും പോയില്ല. ട്രോഫിയൊക്കെ ഒന്ന് നോക്കിയാലോ. ട്രോഫി അടിയണോ? അങ്ങനെ എനിക്കുണ്ടോ? എനിക്ക് വലുതായിട്ടൊന്നും ഇല്ലടാ. എനിക്കാകെ ഇച്ചിരി ഉള്ളൂ. ബെസ്റ്റ് അത് വേറെ കാര്യം. എനിക്കാകെ ഇച്ചിരി ഉള്ളൂ. അടുത്തത് ക്ലെയിം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അതും ക്ലെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. സെറ്റ് 128 തന്നെ ഉണ്ടോ. ലെവൽ അങ്ങോട്ട് തീരുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് നടക്കണോണ്ടോ. ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെറ്റാക്കാം. അയ്യോ 10 അല്ല 12 റീബർത്താണ് നമ്മൾ ചെയ്തേക്കണത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നാൽ പോരെ. വെറുതെ എന്തിനാ സമയം കളയുന്നത് ഗൈസ്. ഈവൻ്റ് വന്നു ഗൈസ്. അപ്പോൾ 130 ലെവൽ. അങ്ങനെ ഫൈനലി 130 നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട് ഗൈസ്. എന്തോ ഈവൻ്റ് ഉണ്ട്. അവിടെ സാറ്റേൺ എന്ന് പറയുന്നൊരു സിമ്പിളുണ്ടാടാ. അവിടെ എന്തോ 4 മിനിറ്റാന്ന് തോന്നുന്നു. ചെറിയൊരു ഈവൻ്റ് വന്നു ഗൈസ്. ഡിസ്കോ പാർട്ടിയാണ്. അത്തേരിക്കാമരിയ മോഡ് ഓയ് അമീര ചിങ്കശരിയ മോഡ് ഓയ് എൻ്റെ പൊന്നെ ഗൈസ്. കണ്ട നെക്കിപ്പിടിച്ചാൽ കാണാൻ പറ്റും. കണ്ട 2x സ്റ്റെപ്പ് മസിലെല്ലാം 2x വെച്ചാ ഉള്ളല്ലേ. എടാ എന്താണ് ഇപ്പോൾ വാക്കിംഗ് സ്റ്റെപ്പൊക്കെ 2x വെച്ച് കയറണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമുണ്ട് ഗൈസ്. എന്തോ DJ പാർട്ടിയാടാ. ഈവൻ്റ് ആയതുകൊണ്ട് വേറെ ലെവലായിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ സെറ്റ് ഇവനായിട്ട് തോൽപ്പിക്കാനായില്ലേ. ആയി നമുക്ക് എന്തായാലും ടാപ്പ് ചെയ്ത് തോൽപ്പിക്കാമല്ലോ.
ടാപ്പി 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 ടാപ്പ് 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 വേഗം 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 ഫാസ്റ്റ് 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 ലെറ്റ്സ് ഗോ ഗൈസ് ലെറ്റ്സ് ഗോ കമോൺ കമോൺ. നമ്മൾ അതെന്തായാലും ഗൈസ് 4 QDയാ ഗൈസ്. അതെങ്ങനെയാടാ? എന്തായാലും വെറുതെ ടാപ്പ് ചെയ്ത് നോക്കാം. ഏറ്റവും ആസ്ട്രോണറ്റാണ്. എന്തായാലും ഒന്ന് ടാപ്പ് ചെയ്ത്. ഇല്ലടാ ഇല്ല, നടക്കൂലടാ, നടക്കൂല, പരിപാടിയേ നടക്കൂല. എന്തായാലും വന്ന സ്ഥിതിക്ക് ട്രോഫി എടുക്കാം. അതെന്തായാലും നല്ല പരിപാടി. വന്ന സ്ഥിതിക്ക് ട്രോഫി എടുത്തോണം, അല്ലെങ്കിൽ അത് നാണക്കേടല്ലേ ഗൈസ്. എടാ സാറ്റേൺ ആയതുകൊണ്ട് ഇവൻ്റ് ആയതുകൊണ്ട് ഇതേടാ നമ്മൾ നല്ലപോലെ പറക്കണ്ട്. ചാടുമ്പോൾ നല്ലപോലെ പൊന്തിപ്പോണ്. ഗ്രാവിറ്റി ഇല്ലല്ലോടാ, അതുകൊണ്ട് നല്ലപോലെ പൊന്തിപ്പോണ്ട്. നമ്മൾ ചാടിപ്പോണ്. എൻ്റെ പൊന്നെ ചാടിപ്പോയിട്ട് അങ്ങനെ നമ്മൾ ആ ജിമ്മെടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കണേണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് 131 ചേടാ, 131 നമുക്കിന്ന് എത്രടാ 140 135 135 ഗൈസ്. 132 ഇനി സെറ്റാക്കണം, കുറേ നേരം എടുക്കും. എന്തായാലും കുഴപ്പമില്ല. നമുക്കതാ എഗ്ഗ് എടുക്കാൻ പോയാലോ? വേണ്ട, വെറുതെ എന്തിനാ പോണോ ഗൈസ്. ഇവൻ്റെ കയ്യിൽ എന്തൊരു പെറ്റാടാ, അതെന്താടാ അങ്ങനെ? അവരുടെ റോബക്സ് കൊടുക്കണ്ടെന്ന് തോന്നണം കേട്ടാ. റോബക്സ് കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഗെയിമിലല്ലേ. ഞാൻ സാധാരണ നോക്കണം നല്ലപോലെ മസിലെടുക്കുക, വെറുതെ ചെയ്യാമെന്നാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി റോബക്സ് കൊടുക്കണ സെറ്റപ്പിലായിരിക്കും അല്ലേ? ആന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് വല്ല ടിപ്പ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. അത് വേറെ കാര്യം, കമൻറ്റ് ബോക്സിൽ പറയണം, മറക്കല്ലേ കേട്ടോ ഗൈസ്. ഇവിടെ വേറെ ഡമ്പലിനൊക്കെ നല്ലപോലെ വിൻസ് വേണം കേട്ടോ, നല്ലപോലെ വേണം ഗൈസ്. ഇത് റോബക്സ് അല്ലേ? അത് റോബക്സിൻ്റെ ആണത്. എന്തായാലും നെക്കി നോക്കിയാലോ. അത് റോബക്സാ. സ്ട്രോബെറി എഗ്ഗ് റോബക്സ്. ശിവൻ്റെ കയ്യിൽ എന്തോലെ പെറ്റാടാ. എന്താടാ അങ്ങനെ? റോബക്സ് ആയിരിക്കും ഗൈസ്, കുഴപ്പമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിൽ ഇത്ര എത്തിയില്ലേ ഗൈസ്. നമുക്കൊരു എഗ്ഗ് തുറന്നാലേ? തുറക്കാം എന്തായാലും വന്നേല്ലേ ഗൈസ്. ഇത് എപ്പിക്ക ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയിൽ ഞാൻ കളിച്ചായിരുന്നു ഇവിടെ കുറച്ച് 2 പേരിനൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ 2 പേരിനെ ഇവരുടെ 2 പേരിനെ ഞാൻ ഫസ്റ്റ് തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോടാ, അല്ലെങ്കിൽ അത് ഇറക്കായിരുന്നു, പാർട്ട് ഇറക്കായിരുന്നുടാ. അത് വേറെ കാര്യം. അപ്പോൾ അത് കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് സ്ഥലമൊക്കെ പതുക്കെ പരിചയപ്പെട്ടോളും. പക്ഷെ ഇത് നല്ല പാടുപെട്ട ഏരിയ കേട്ടോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ കിളി പോയടാ, ഭയങ്കര പാട്. ഇതൊക്കെ എന്താടാ? എന്ത് ക്യൂടി, എൻ്റെ പിന്നെ ക്യൂടിയാ? അതെന്താണിത്? അവിടെ ത്രില്യം കഴിഞ്ഞെങ്കിൽ അതാണ്. എന്ത് ക്യൂടിയെന്ന് വെച്ചാൽ ക്വാർട്ടർ മന്തിയുടെ ഒരു ക്വാർട്ടറാണ്. അറിയില്ല ഗൈസ്, എനിക്കൊന്നും അറിയില്ല. ഇത് മനസ്സിലാവുന്ന പോലുമില്ല. ക്യൂഡി എന്ന് പറയുമ്പോൾ എന്താ ഗൈസ്? എനിക്ക് 4 ക്യൂഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. ഞാൻ ട്രോഫിയൊക്കെ ഒന്ന് കളക്ട് ചെയ്യണേ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കണേണ് നിങ്ങളുടെ അടുത്തായിട്ട്. നിങ്ങളല്ലെങ്കിൽ ബോറടിക്കൂലേ ഗൈസ്? അയ്യോ റോബക്സ്. പൊന്നോ, റോബക്സ് പോലും ഇല്ലാത്ത എൻ്റെ അടുത്ത് അറിയാണ്ട് കൊണ്ട് കഴിഞ്ഞ് ഇതാ പ്രശ്നം. ഈ VIP വലിയ വ്യത്യാസമുണ്ടോ? വലിയ വ്യത്യാസമില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ അപ്പുറത്ത് പോയി എടുത്തടാ. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നു ഗൈസ്. ഒന്നും കൂടെ എടുത്തു കൊടുത്തു ഗൈസ്. 74 പോയിൻ്റ് ബില്യം വെച്ച് കിട്ടുന്നുണ്ട്. എടാ അപ്പം കൂടിക്കയറുണ്ട്. അപ്പം അതാടാ വിന്നിങ് പോർഷൻ. അപ്പം ട്രോഫി കിട്ടണേൻ്റെ വിന്നിങ് പോർഷൻ. ഞാൻ എന്ത് പോട്ടനാടാ, അവിടെ ട്രോഫി വെച്ച് കിട്ടണതാ വിന്നിങ് പോർഷൻ. എന്ത് പറയാനാണ് ഗൈസ്. എന്തായാലും ഇവിടുന്ന് മസിൽ ആക്കാം, സെറ്റാക്കാം ഗൈസ്. എനിക്കപ്പോൾ അതും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. വിന്നിങ് മറ്റേ പഞ്ചിന് ജയിക്കണമല്ല, ട്രോഫി കിട്ടണതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഗെയിം കളിച്ചു നോക്കുക ഗൈസ്. റോബ്ലോക്സ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ചു നോക്കും. നല്ല ഗെയിമാണ് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഡിഫിക്കൾട്ടും നല്ല എൻ്റർടൈൻമെൻറ്റും കുറച്ച് സമയമൊക്കെ എടുത്ത് നല്ല ഗെയിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് കേട്ടോ, നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ സെറ്റായി ഗൈസ്. 1.3 QD ആയിട്ട് എൻ്റെ
ക്യൂഡി അപ്പം ത്രില്യം കഴിഞ്ഞാൽ ക്യൂഡി കഴിഞ്ഞാൽ എന്താണ് അതെനിക്കറിയില്ല. ക്യൂഡി എന്ന് വെച്ചാൽ വൺസ് ടെൻസ് 100,000 10,000 ലാക്ക് 10 ലാക്ക് കോറ് 10 കോറ് മില്യൺ 10 കോറ് മില്യൺ 10 മില്യൺ ട്രില്യൺ 10 ട്രില്യൺ. അതിങ്ങോട്ട് ക്യൂഡി വാട്ട് അതെന്താണ്? ഡു കമൻറ്റ് ഇട്ടാ ഞാൻ ഒന്നും കൂടി ഓർപ്പിച്ചാൽ ഡു കമൻറ്റ്. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്നെങ്കിലും കിട്ടിയില്ലല്ലേ ഗൈസ് ലാസ്റ്റത്തായിട്ട്. അതെന്താണ് കൂടിയതാണെന്ന് തോന്നണം കേട്ടാ. 4 ക്യൂഡി അല്ലേ. ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ട്രോഫി എടുക്കാം. അതെന്തായാലും നല്ലല്ലേ. വന്ന സ്ഥിതിക്ക് ട്രോഫി ഞാൻ അത് മറന്നുപോയി ഗൈസ്. ഇനിയും 135 വേണം റീബർത്തിന്. എടാ 135 വേണമല്ല. ഇനിയും കിടക്കണടാ കുറേ. എൻ്റെ പൊന്നെ ഇവിടെ എന്തൊക്കെയാണ് നമുക്കിത് എടുക്കാനായിട്ടില്ലല്ലേ. നമുക്കത് പിന്നെ 3.5 ഒരെണ്ണം നോട്ട് വിട്ടാലോ ഗൈസ്. എനിക്കത് കുറച്ച് താല്പര്യമുണ്ട്. നമുക്കാണെങ്കിൽ അതൊന്ന് സെറ്റാക്കിയാലോ. സെറ്റാക്കാടാ. ട്രോഫിയൊക്കെ സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം ആക്കാൻ നോക്കാം ഗൈസ്. 133 അതിപ്പോൾ തന്നെ ആവും. 135 അല്ലേ. 135 ഇപ്പം തന്നെ ആവും ഗൈസ്. പെട്ടെന്നാവും. ലെറ്റ്സ് ഗോ പെട്ടെന്നാവും. ഇതേ തീരാറായി ഗൈസ്. 135 ഇട്ടാ 135 ഇതിപ്പോൾ 133. തീരാറായി. ലെറ്റ്സ് ഗോ കമോൺ. 134 ഇപ്പം തീരാറാവും. പെട്ടെന്ന് തീരും ഗൈസ്. പെട്ടെന്ന് തീരും. പൊക്കോട്ടെ അല്ല പെട്ടെന്ന് തീർന്നോളും ഗൈസ്. എന്നാലും തീരാറായ സ്ഥിതിക്ക് ട്രോഫിയൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. എന്തായാലും നല്ല കാര്യമല്ലേ. നമ്മളെന്തായാലും ഈ ഗെയിം മൊത്തം ഫിനിഷ് ആക്കും. അതെന്തായാലും ഞാൻ ഗ്യാരണ്ടി തന്നെ. ഗെയിം മൊത്തം ഞാൻ ഫിനിഷ് ആക്കും പക്ഷെ അതെന്തായാലും ചെയ്യേണ്ടത്. നമുക്ക് ട്രോഫിയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് അയ്യോ ഇപ്പോൾ ഭിത്തി പോയി ഇടിച്ചാനേ ഞാൻ. ട്രോഫി പെട്ടെന്ന് കളക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഡമ്പൽ മേടിക്കാനുള്ളതല്ലേ. നല്ല കിണ്ണം കാച്ചി ഡമ്പൽ. ഇത് നേരത്തെ വേൾഡിലത്തെ ഏറ്റവും കൂടിയതായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇത് വെറും ചീന ഡമ്പലായിപ്പോയി. നേരത്തെ വേൾഡില്ലേ, ആ വീഡിയോ നിങ്ങൾക്ക് ഇല്ലല്ലോ, അത് കുഴപ്പമില്ല. നേരത്തെ വേൾഡ് ഏറ്റവും കൂടിയ ഡമ്പലായിരുന്നത് മനസ്സിലായോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു പൊട്ട ഡമ്പലായിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ നല്ല കൂടിയ ഡമ്പലുകൾ വന്നപ്പോൾ ഇത് കുറഞ്ഞില്ലേ. കുഴപ്പമില്ല. നമ്മളെന്തോ റീബർത്ത് അത്യാവശ്യം വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാണ് നമ്മുടെ നിങ്ങൾ എത്രയാണ് 3.5 ട്രില്യൺ അല്ലേ. ഇപ്പം എനിക്ക് 2.28 ട്രില്യൺ ഉണ്ട് കേട്ടാ. ഇതേ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. കണ്ടോ നിങ്ങൾ? ഓക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഇപ്പം തന്നെ ആവും. ലെറ്റ്സ് ഗോ ഗൈസ്. സെറ്റാവട്ടെ. പതുക്കെ കയറുന്നുള്ളൂ ഗൈസ്. അതാണ് മെയിൻ പ്രശ്നം. പതുക്കെ കയറണത്. അപ്പോൾ ഒന്ന് സെറ്റാക്കട്ടെ ഞാൻ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ദേ നമ്മളെ 135 മാക്സ് ലെവലായി. റീബർത്ത് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. അടിച്ചു കയറി ഗൈസ്. അപ്പം അപ്പുറത്തേക്ക് വേഗം ഗൈസ്. ഇവിടെ എന്തോരം ആൾക്കാരാടാ. അയ്യോ ഗൈസ് ഇപ്പം തന്നെ 120 ഇതിപ്പോൾ അടുത്ത റീബർത്തിലെ 150 ഇതിനടുത്തത്. പെട്ടെന്നാവും ഗൈസ്. പെട്ടെന്ന് കയറുന്നുണ്ട്. നമ്മുടെ അപ്പം ആ മസിലും ഇപ്പം ഒന്നേന്നോട്ട് തുടങ്ങണമല്ലേ. ഞാൻ അത് വിട്ടുപോയിട്ടാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ എല്ലാം സെറ്റാവണം കേട്ടാ. എൻ്റെ പൊന്നെ നമ്മുടെ എല്ലാം റെഡിയായതേ. എടാ നമ്മൾ അത്യാവശ്യമൊന്നും ആയിട്ടില്ല കേട്ടോ ഗൈസ്. ഇവനെന്താണ് മേളിൽ കയറിക്കണ ഗൈസ്. ഇപ്പം ട്രില്യൺ വെച്ചിരുന്ന 4.9 ട്രില്യൺ 2 ട്രില്യൺ. ട്രില്യൺ കണക്കാളെ ഞാൻ ചോദിച്ചു. ബില്യൺ വല്ല എനിക്ക് തെറ്റിപ്പോയതാണ്.
എന്തായാലും കുഴപ്പമില്ല. അതേ ഗൈസ് നമ്മളിപ്പോ തന്നെ 135 സംതിങ് ആവും ഗൈസ്. എന്നാലും നമുക്ക് ഇനിയും വേണോടാ. ഇനിയും ഒരു കുന്ന് വേണം അവനെ തോപ്പിക്കാൻ. ഇത്രേ നേരമായിട്ട് നമുക്ക് അവനെ തോപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എന്റെ പൊന്നോ, പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് തോന്നണു ദൈവമേ. ഏയ് വലിയ പണി പാളിയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇപ്പൊ തന്നെ പക്ഷെ എന്നാലും ഇനി വെയിറ്റ് ചെയ്യണം. പിന്നെ ആ പിന്നെ നമുക്ക് അവിടെ നിന്ന് വെച്ച് മറ്റേ ഇതൊക്കെ കിട്ടണ്ടല്ലോ. കുറച്ച് ട്രോഫി നമുക്ക് അവിടെ നിന്ന് കുറെ കിട്ടി. ഉഫ് ക്യൂഡി 1.7 എന്തോ ക്യൂഡിയായി വെച്ച് കയറുന്നുണ്ട്. കുഴപ്പമില്ല, നൈസാണ്. 135 ആയത്. അപ്പൊ അത്രയും നമുക്ക് എന്തായാലും ആക്കാടാ. എന്തായാലും ഇത്രയും ആയതല്ലേ, അതേ പെട്ടെന്ന് കയറിക്കോളും ഗൈസ്. അപ്പൊ 134 ലെവലായിട്ട് എന്റെ പൊന്നു റോബക്സ് ഇല്ലാണ്ട് കളിക്കണതാണ്. അതും കൂടി അത്രേ എഫേർട്ട് ഇട്ടാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പൊ ഗൈസ് ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടാ ഗൈസ്. ഇപ്പൊ നമുക്ക് നേരെ അവനെ തോപ്പിക്കാൻ പറ്റിയൊന്നുമില്ല ഗൈസ്. അവനെന്തോ 4 കൂടിയല്ലേ. അത് തന്നെ ഗൈസ്. നമുക്കിപ്പോ 74 വെച്ച് കയറുന്നുണ്ട്. എന്നിട്ടും എന്തെങ്കിലും ആവട്ടെ. 25 ബില്യൺ ഓഫ് 25 ട്രില്യനൊക്കെടാ എന്റെ പൊന്നടാവേ. 15ാമത്തെ റീബർത്ത് ആയിട്ടും വലിയ ഇതില്ല ഗൈസ്. അതെങ്ങോട്ട് ഫൈൻ ഗൈസ്. വേൾഡ് എന്ന് വെച്ചാൽ മാതിരി സീനാണ് ഇവിടെ. നോക്കി കാണിച്ചു തരാം. അതേ നമ്മുടെ ആകെ ഇത്ര ചെയ്തിട്ടുള്ളത് ഡിബേറ്റ് ദ വൈറസ് 2 അൺലോക്കോ. ഇതിപ്പോ നമുക്കിപ്പോ ഇതിലേക്ക് പോയാലോ. നമ്മുടെ നേരത്തെ ഏരിയ അവനൊക്കെ ഈസി ആയിട്ട് തോപ്പിച്ച് കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് അറിയാലോ. എന്റെ വീഡിയോ കിട്ടാത്തതാണല്ലേ നിങ്ങൾക്ക് ഏറ്റവും വിഷമം. വില്യം വെച്ച് കയറുന്നുള്ളടാ. 10 റീബർത്തൊക്കെ ആകുമ്പോ നോക്കിയടാ. ത്രില്യം വെച്ച് കയറുന്ന അത്ര വലിയ ഇതൊന്നുമില്ല. ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്ഗ്രേഡ് സ്റ്റാറ്റസ്. ഓ ഓ ഓ ഓ ഗൈസ്. അപ്പൊ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാ കുറച്ചും കൂടി നല്ലതായിരിക്കുമല്ലോടാ. അയ്യോ ഗൈസ്, അപ്പൊ ഈ വേൾഡിലല്ലാതെ അങ്ങനെ വരുള്ളൂ. പെറ്റെക്യുപ്പ് ഉള്ളതാണോടാ? ഉള്ളതാണ്. പെറ്റ് ഇൻവെന്ററി നോക്കട്ടെ. ഓ ഗൈസ്, എടാ നമ്മളിത് എന്ത് എടാ നമ്മളപ്പോ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ടാ മതി. എല്ലാം മാക്സ് ആക്കി. ഇതേടാ ഇതല്ലേടാ വേണ്ടത്. വെറുതെ എല്ലാവരും പെറ്റയ്ക്കും. ഞാൻ എന്ത് കൂട്ടനാടാ. എടി ഇങ്ങനെയാണോ? അപ്പൊ ആദ്യത്തെ വേൾഡിലേക്ക് ഒന്ന് പോയി നോക്കിയാലോടാ. അവിടെ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. ഞാൻ ഇപ്പോഴാണ് അവിടെ ശ്രദ്ധിക്കണത്. നമ്മൾ ആദ്യം ലെറ്റ്സ് ഗോ ഗയ്സ്. ഇതെന്ത്? ഓ ഇതോരെ പെറ്റ് നമുക്ക് കിട്ടാത്തതല്ലേ. അത് മനസ്സിലായി. ഇന്നടെ ബോംബൊക്കെ കിട്ടി വെച്ചങ്ങനെ. അപ്പൊ വലിയ രസമായിട്ട് അപ്കമിങ് അതെന്തോ ഈവന്റ് വന്നത്. ഫ്രീ ചെസ്റ്റ്. ഓ ജോയിൻ ഗ്രൂപ്പാണ്. വേണ്ട വേണ്ട വേണ്ട. അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. ലീഡർ ബോർഡ് അതെന്തെങ്കിലും ആവട്ടെ. ഇതെന്താടാ ഗോൾഡ് മിഷനോ? എടാ ക്രാഫ്റ്റടാ. ക്രാഫ്റ്റ് ഇതെത്രണ്ണോ? 10 ഉണ്ട് ഇതിന്റെ ക്രാഫ്റ്റ്. ഗോൾഡൻ ചിക്കൻ. അപ്പൊ നമ്മുടെ ഇൻവെന്ററി പോകുമ്പോ ബെസ്റ്റ് ഗായ്സ്. അപ്പൊ എനിക്കിപ്പോ വെച്ച് നല്ലത് കേറുണ്ട്. എടാ ഞാനെന്ത് പൊട്ടനാടാ.
എടാ ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മള് മാക്സ് ആക്കണത് ഇപ്പൊ പെറ്റുകളൊക്കെ നല്ലപോലെ ഇതിനായിട്ട് തോന്നുന്നില്ല. എടാ ഇപ്പൊ 6 ട്രില്യൺ വെച്ച് കേറണ്ടാ. 6 10 എല്ലാവരും കേറി 10 ട്രില്യൺ വെച്ച് കേറണ്ട്. അശ്യോ ഗൈസ്, ഇത് ഭയങ്കര മണ്ടത്തരമുണ്ട ഞാൻ നേരത്തെ കാണിച്ചത്. എടാ പോയ നന്ന എന്നെ ഓർപ്പിച്ചതാണ് ദൈവം. സത്യം പറഞ്ഞ അങ്ങനെ എന്നെ ഓർപ്പിച്ചതാണ്. എന്റെ മോനെ, നമുക്ക് എന്തായാലും കുറച്ച് എഗ്ഗൊക്കെ തുറന്ന് സെറ്റാക്കിയാലോ. സെറ്റാക്കാം അതാ നല്ലത്. ഇതില് എഗ്ഗൊക്കെ തുറന്നു. എടാ എന്തില്ല അക്കാടാ. എന്റെ പൊൻ എടാ എന്ത് എടാ എന്റെ പൊന്നേ. എടാ എന്തിലക്കാട് എനിക്ക് ദൈവമേ വിഷയം. എടാ എടാ ലക്കി പോയി ഞാൻ. എടാ വിഷയം ദേടാ അടുപ്പിച്ച് കിട്ടിക്കൊണ്ടിരിക്കണേന്ന്. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ മെത്തിക്കല് കിട്ടി. എടാ എന്റെ പൊന്നളിയാ. എടാ ഞാൻ എന്റെ പൊന്നെ ഇപ്പൊ കിട്ടൂലെന്ന് തോന്നണ്. ലാസ്റ്റ് ഫൈനല് അത് മതി. ഇപ്പൊ ഏതായി എക്യുപ്പ് ബെസ്റ്റ് നോക്കാം നമുക്ക്. എക്യുപ്പ് ബെസ്റ്റ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് കുറേ കൂടി പൊട്ടിച്ചാലോ. എന്റെ പൊന്നെ എടാ എന്റെ പൊന്നളിയ ദേടാ അടുത്തത്. എനിക്ക് വയ്യ. 2 കൂടെ അടുപ്പിച്ചെടുത്ത് നോക്കാം. എടാ ഇതെന്താടാ ലെജൻഡറി ഡ്രാഗൺ. നൈസ് വണ്ണാന്ന് വെച്ചാ നൈസ് ഒക്കെ തന്നെയാടാ. അതേടാ നൈസ് തന്നെ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. നല്ലതാ. എടാ ഏറ്റവും താഴ്ത്തത്തെ കിട്ടിയും കൊള്ളായിരുന്നല്ലേ. എടിപ്പോ എല്ലാ ലെജൻഡറും എത്തിക്കലും എന്റെ പൊന്നെ സീൻ സാധനം. എടാ അതെന്താടാ. എടാ ഒരു മെത്തിക്കല് പിന്നെയാ. എടാ ഇതെന്ത് ദേടാ പിന്നെയും മെത്തിക്കല്. വിഷയം. എടാ 2 ലെജൻഡറി. എന്റെ പൊന്നെ എടാ സീനട്ടെ. എടാ ഇത് ഭയങ്കര സീനായി പോയി. ഇപ്പൊ പൊളിച്ച്. എടാ ഇത് ഭയങ്കര. എടാ ഇതല്ലേ നമുക്ക് വേണ്ടത്. ഇത്ര എടാ ഇനി മെത്തിക്കലേക്ക് ഡ്രൈവൊക്കെ വന്നുകഴിഞ്ഞാൽ വേറെ ഡ്രൈവാണ് എന്തെങ്കിലും ആവട്ടെ. അതൊക്കെ കിട്ടിയ വേറെ ലെവലായിരിക്കും നമ്മള്. എടാ ഒരു മെത്തിക്കല് വീണ്ടും കിട്ടി. ലെറ്റ്സ് ഗോ. 2 ലെജൻഡറി. കുഴപ്പമില്ല. ലെജൻഡറി മെത്തിക്കലും വലിയ തകരാറില്ലാത്ത സാധനവും ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. ഞാൻ എന്റെ റോബക്സ് അല്ല സോറി, ഈ പറഞ്ഞ ട്രോഫി കൊടുത്താണെങ്കിൽ ഞാൻ അത് മേടിച്ചിരിക്കുമല്ലോ. എൻ്റെ ഒരു ആഗ്രഹമാണിത്. കുഴപ്പമില്ല. ഇനി മതി. ഇത്രയും മതി. കുഴപ്പമില്ല. ഇപ്പൊ എത്ര വെച്ച് കയറുണ്ട്. ഇപ്പൊ ബില്യം വെച്ച് കയറുന്നുള്ളൂ. അവിടെ കയറുമ്പോ എത്ര വെച്ച് കയറുമെന്ന് അറിയില്ല. എന്റെ ആർമി 10 ബില്യനേക്കാളും കുറച്ച് നല്ലതൊക്കെ തന്നെയാണ് ഗൈസ്. നല്ല പോലെ വെച്ച് കയറുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. അത്യാവശ്യം നല്ല നമ്മുടെ ലെവലായാലും 4 കൂടിയല്ലേ. അവനിപ്പോ തീർക്കാം. അവനെ വെട്ടിക്കാന്നുള്ളൂ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പൊ ഓക്കെ ബൈ.